പശ്ചിമ ബംഗാളിൻ്റെ വടക്കു ഭാഗത്ത് തേയിലത്തോട്ടങ്ങളുടെയും മഞ്ഞണിഞ്ഞ ഹിമാലയ പർവ്വത നിരകളുടെയും മടിത്തട്ടിൽ സുഷുപ്തിയിലാണ്ട് കിടക്കുന്ന മനോഹര ഹിൽ സ്റ്റേഷനാണ് ഡാർജിലിംഗ്. മഹാഭാരത നിരകൾ എന്നും അറിയപ്പെടുന്ന ഹിമാലയത്തിലെ ഈ ഉയരം കുറഞ്ഞ മലനിരകളുടെ ഭംഗി നിരവധി ബോളിവുഡ് ചിത്രങ്ങളിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. നിരവധി ഹോളിവുഡ് ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഈ മനോഹര നാടിനെ ലോകമറിയുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി വളർത്തിയെടുത്തത്. സന്തോഷത്തിൻ്റെയും നിറങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്ന കൽക്കട്ടയിൽ നിന്നാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒരു രാത്രി ഡാർജിലിംഗിലേക്ക് യാത്ര പുറപ്പെട്ടത്. അമ്പരച്ചുംബികളും വിവിധ വർണ്ണത്തിൽ മിന്നുന്ന തെരുവുവിളക്കുകളും മനുഷ്യനിർമ്മിതമായ സ്തൂപികകളെല്ലാം ചേർന്ന് ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച കൽക്കട്ട എന്ന ഈ സുന്ദരിക്ക് ഒരു ആകാശ വിസ്മയം തീർക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഹൗറ ബ്രിഡ്ജും ഈഡൻ ഗാർഡനും വിക്ടോറിയ മെമ്മോറിയലും എല്ലാം കടന്ന് ഞങ്ങൾ എസ്പ്ലനേഡ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ടാക്സിയിൽ നിന്നിറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ബുക്ക് ചെയ്ത ബസ്സിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിക്കുകയാണ് ലക്ഷ്യം. മെയിൻ റോഡിൽ നിന്നും ലോക്കൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡും കടന്നു വേണം വോൾവോ ബസ്സുകൾ നിർത്തുന്ന ഇടത്തേക്ക് ചെല്ലാൻ. കുറച്ചധികം നടക്കാനുണ്ട്. ശനിയാഴ്ച ദിവസമായതിനാൽ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. സിലിഗുരി, കലിംപോങ്, ഗാങ്ടോക്ക്, ദിഘ എന്നിങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്കും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള ബസ്സുകളുടെ നിരവധി ബുക്കിംഗ് കൗണ്ടറുകൾ നിരനിരയായി കാണുന്നു. കുറച്ചു നേരം നീണ്ട തിരച്ചിലിനു ശേഷം ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി കണ്ടെത്തി. അധികം വൈകാതെ തന്നെ വണ്ടി പുറപ്പെടുമെന്ന് പറഞ്ഞതിനാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി. ആളുകളെല്ലാം കയറി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഡാർജിലിംഗ് ലക്ഷ്യമാക്കി വണ്ടി നീങ്ങിത്തുടങ്ങി. പ്രതീക്ഷിച്ചത്ര ഒരു നിലവാരം ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ്സിനുണ്ടെന്ന് തോന്നുന്നില്ല. ആകപ്പാടെ ഒന്ന് കുലുക്കിയും മറിച്ചുമൊക്കെ പിറ്റേ ദിവസം രാവിലെ 8 മണിയോടെ ആ ശകടം ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. സിലിഗുരിയിൽ നിന്നും ഇനി ഒരു 80 കിലോമീറ്റർ കൂടി വേണം ഡാർജിലിംഗിലെത്താൻ. മൗണ്ടെയിൻ റൈഡിങ്ങിൻ്റെ ഒരു ത്രിൽ ആസ്വദിച്ചറിയാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത ബൈക്കിലാണ് ഇനിയുള്ള യാത്ര. ഡാർജിലിംഗ് ബൈക്സ് എന്ന സിലിഗുരിയിലെ ഒരു ഏജൻസിയിൽ നിന്നും മുൻകൂട്ടി ബുക്ക് ചെയ്ത തണ്ടർ ബേർഡ് ബൈക്കാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ബൈക്ക് വാടകയ്ക്ക് എടുക്കാൻ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ആ ഏജൻസി ഞങ്ങൾക്ക് ഫ്രീ ആയി രാവിലെ റീഫ്രഷ് ചെയ്യാൻ സൗകര്യം തരാം എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് പ്രഭാത കൃത്യങ്ങൾക്ക് വലിയ തടസ്സം നേരിടേണ്ടി വന്നില്ല. എല്ലാം കഴിഞ്ഞ് ചായയും കുടിച്ചുകൊണ്ട് ഞങ്ങൾ ബൈക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി. ലഗേജുകളെല്ലാം നല്ല രീതിയിൽ തന്നെ കെട്ടി ഏജൻസിക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മലകളും പുഴകളും എല്ലാം കടന്ന് ഒരു ദീർഘദൂര യാത്ര താണ്ടി വന്ന ഒരു മല്ലനെ പോലെയുണ്ട് ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ കാണാൻ. ഞങ്ങൾ ഡാർജിലിംഗിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു മലയാളി ശബ്ദം കേട്ടത്. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ താടിയും മുടിയും വെച്ച ഒരു കട്ട ഫ്രീക്കൻ ഒരു തകർപ്പൻ ഓഫ് റോഡ് സൈക്കിളുമായി നിൽക്കുന്നു. കേരളത്തിൽ നിന്നും 1 വർഷം മുമ്പ് പുറപ്പെട്ട് 18ഓളം സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ബിരുദൻ്റെ യഥാർത്ഥ സ്ഥലം ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്നും കുറഞ്ഞത് 10 കിലോമീറ്ററേ ആ പഹയൻ്റെ സ്ഥലത്തേക്കുള്ളൂ. കൂടുതൽ പരിചയപ്പെട്ടതോടെ ആ ബിരുദൻ ഒരു പ്രൊഫഷണൽ സൈക്കിൾ റൈഡറാണെന്നും പേര് നൗഫൽ കൈപ്പള്ളി എന്നാണെന്നും അറിയാൻ സാധിച്ചു. ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് പുതിയ സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാനും ഞങ്ങൾ മറന്നില്ല. ദൈവം ചിലപ്പോൾ അങ്ങനെയാണ്.
പിന്നെ കാണാമെന്ന് പറഞ്ഞ് ബൈക്കും എടുത്ത് ഡാർജിലിംഗ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചപ്പോൾ അമ്പിളി സിനിമയിലെ രംഗമാണ് ഓർമ്മ വന്നത്. സിലിഗുരി എന്ന ടൗൺഷിപ്പിനെ ഡാർജിലിംഗിലേക്കുള്ള വാതിൽപ്പടി എന്ന് വേണമെങ്കിൽ പറയാം. പല ഭാഗങ്ങളിൽ നിന്നും സിലിഗുരിയിലെ ടെൻസിംഗ് നോർഗെ ബസ് ടെർമിനസിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്നു തന്നെ ഡാർജിലിംഗിലേക്കുള്ള ഷെയർ ടാക്സി പിടിക്കാവുന്നതാണ്. 180 രൂപ ആണ് ഒരാൾക്ക് ടാക്സിക്കാർ ഈടാക്കുന്നത്. ട്രെയിൻ മാർഗം ഡാർജിലിംഗിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി സിലിഗുരി ടു ഡാർജിലിംഗ് ടോയ് ട്രെയിൻ സർവീസും അവൈലബിൾ ആണ്. ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ഹിമാലയൻ തീവണ്ടി സർവീസിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റൂ. 1295 രൂപ ആണ് ഒരാളുടെ ഫെയർ. വിമാനമാർഗം വരുന്നവർ ഡാർജിലിംഗിലെത്താൻ ആശ്രയിക്കുന്നത് സിലിഗുരിയിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടിനെയാണ്. ബാഗ്ഡോഗ്രയിൽ ഇറങ്ങി വീണ്ടും റോഡ് മാർഗം മാത്രമേ ഡാർജിലിംഗിലെത്താൻ സാധിക്കൂ. 68 കിലോമീറ്ററോളം ഉള്ള ഈ യാത്രയ്ക്ക് ഒരു പ്രൈവറ്റ് ടാക്സിക്കാരൻ 2000 രൂപയെങ്കിലും മിനിമം ഈടാക്കും. ഹിമാലയൻ പ്രകൃതി സൗന്ദര്യം ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഡാർജിലിംഗിന്റെ മടിത്തട്ടിലേക്ക് ഇറങ്ങാൻ ഗാംഗ്ടോക്ക് മുതൽ ബാഗ്ഡോഗ്ര വരെയുള്ള കുഞ്ഞു ഹെലികോപ്റ്റർ സർവീസുകളും നിലവിലുണ്ട്. ഒരാൾക്ക് 3400 രൂപ വരെയാണ് ഇവർ ഈടാക്കുന്നത്. സിലിഗുരിയിൽ നിന്ന് 25 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞങ്ങൾ ഡാർജിലിംഗിലേക്കുള്ള എൻട്രി പോയിന്റിന്റെ അവിടെ എത്തി. എൻട്രി പോയിന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായി കുറച്ചു നേരം ഞങ്ങൾ വണ്ടി നിർത്തി. ഞങ്ങൾ പതുക്കെ പതുക്കെ മല കയറി തുടങ്ങി. മാർച്ച് മാസമായതിനാൽ തണുപ്പ് അധികം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് വളരെ ലാഘവത്തോടു കൂടിയാണ് ബൈക്ക് ഓടിച്ച് മല കയറിക്കൊണ്ടിരിക്കുന്നത്. ഹിമവാന്റെയും അമ്പരചുംബികളായ പലയിനം വൃക്ഷവനങ്ങളുടെയും സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ മല കയറുകയാണ്. ഡാർജിലിംഗിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നായ ബോക്കർ മൊണാസ്ട്രിയാണ് ഞങ്ങൾക്ക് സന്ദർശിക്കേണ്ട ആദ്യത്തെ സ്ഥലം. സിലിഗുരിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററോളമുണ്ട് ബോക്കർ മൊണാസ്ട്രിയിലേക്ക്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇരുവശത്തുമായി മലയോരവാസകരുടെ നിരവധി കുടിലുകളാണ്. വളരെ ഇടുങ്ങിയ റോഡുകളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. റോഡും വീടുകളും തമ്മിൽ വളരെ കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ബോക്കർ മൊണാസ്ട്രിയിൽ എത്തിച്ചേർന്നു. ഈ പ്രദേശത്തെ പ്രമുഖ ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബോക്കർ നഗഡോൻ ചൊക്കാർലിംഗ് മൊണാസ്ട്രി അഥവാ ബോക്കർ മൊണാസ്ട്രി. 1984 ക്യാബ്ജെ ബോക്കർ റിൻപോച്ചെ എന്ന സന്യാസി ഒരു റിട്രീറ്റ് സെന്റർ ആയിട്ടാണ് മഠം സ്ഥാപിക്കുന്നത്. ശിഷ്യന്മാരുടെയും നാട്ടുകാരുടെയും അഭ്യർത്ഥന മാനിച്ച് റിൻപോച്ചെ സന്യാസിമാരെ പരിശീലനത്തിനായി സ്വീകരിക്കാൻ തുടങ്ങി. കേന്ദ്രം പിന്നീട് ഒരു മഠമായി മാറുകയായിരുന്നു. ബുദ്ധമത തത്വങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം കൂടിയായ ഈ മൊണാസ്ട്രിയിൽ അവ പരിശീലിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി 500ഓളം സന്യാസിമാരാണുള്ളത്.
മഠത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെല്ലാം കാബ്ജെ ബോക്കോർ ഖെങ്ചൻ ഡോണിയോ റിംപോച്ചയുടെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ യോധ സിനിമയിലെ ഉണ്ണിക്കുട്ടനെ പോലുള്ള നിരവധി കുട്ടി റിംപോച്ചകളെ അവിടെ ഇവിടെയായി കാണാം. മഠത്തിനുള്ളിൽ തന്നെ ഷിദ്ര എന്നു പേരുള്ള ഒരു സന്യാസ കോളേജുമുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഇവിടെ പ്രത്യേക ബുദ്ധ പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇന്ന് അത് നേരിട്ട് കാണാൻ പറ്റി. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളാണ് മൊണാസ്ട്രിയുടെ മറു സൈഡിൽ കാണുന്നത്. ഒരു സൈഡിലായി 2 റിംപോച്ചെ സന്യാസിമാർ പ്രാർത്ഥനയ്ക്ക് കൊഴുപ്പ് കൂട്ടാനെന്ന വണ്ണം അവരുടെ പൈതൃക വാദ്യോപകരണങ്ങൾ വായിക്കുന്നു. നമ്മുടെ നാട്ടിലെ പെരുമ്പറയെയും ചേങ്ങിലെയും വിസ്മയിക്കുന്ന 2 സംഗീതോപകരണങ്ങളാണ് സന്യാസിമാർ വായിക്കുന്നത്. മറ്റു സൈഡിൽ വാദ്യോപകരണങ്ങളുടെ താളത്തിനൊത്ത് കുറേ സന്യാസിമാർ ചുവടുവെക്കുന്നുമുണ്ട്. അവരുടെ പൈതൃക പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഒന്നാണിത്. ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഗൂം റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങൾക്ക് സന്ദർശിക്കേണ്ട അടുത്ത സ്ഥലം. ഡാർജിലിംഗിലേക്കുള്ള പ്രധാന പാതയിൽ നിന്നും അല്പം വ്യതിചലിച്ച് സഞ്ചരിച്ചതിനാൽ ഞങ്ങൾക്ക് കുറച്ച് പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. ബോക്കർ മൊണാസ്ട്രിയിൽ നിന്നും കുട്സോങ് വഴി ഇനി ഒരു 57 കിലോമീറ്റർ സഞ്ചരിക്കണം ഗൂമിലെത്തിച്ചേരാൻ. ഏകദേശം 2.5 മണിക്കൂർ എടുക്കുന്ന പ്രധാന മലയോര പാതയാണിത്. എന്നാൽ പശ്ചിമ ബംഗാൾ നേപ്പാൾ ബോർഡറിനോട് തൊട്ടുരുപ്പിക്കൊണ്ടുള്ള ഷോർട്ട് റൂട്ട് വഴി വെറും 1.5 മണിക്കൂർ കൊണ്ടും ഗൂമിലെത്താം. പ്രശസ്തമായ സിംഗാലിയ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഈ വഴിയിലാണ്. മലയോരപാത അല്പം അപകട സാധ്യത ഏറിയതിനായതിനാലും പരിചയമില്ലാത്ത വഴിയായതിനാലും ഞങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പ്രധാന വഴിയാണ്. ബോക്കാർ മൊണാസ്ട്രിയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞങ്ങൾ കുർസോങ് എന്ന ചെറുപട്ടണത്തിൽ എത്തിച്ചേർന്നു. ധാരാളം കടകൾ ചെറിയ റോഡിന് ഇരുവശത്തുമായി നിരനിരയായി തുറന്നിരിക്കുന്നു. ഷോപ്പിങ്ങിൻ്റെയും കച്ചവടത്തിൻ്റെയും തിരക്കാണ് എല്ലായിടത്തും. കടകളോട് വളരെ ചേർന്ന് പോകുന്ന ടോയ് ട്രെയിനിൻ്റെ ട്രാക്കും കാണാം. അല്ലാതെ തന്നെ റോഡിൻ്റെ വീതി വളരെ കുറവാണ്. ടോയ് ട്രെയിൻ പോകുന്ന ട്രാക്ക് കൂടിയായപ്പോൾ പാതയുടെ വീതി വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. 2 കാറുകൾ ക്രോസ് ചെയ്ത് പോകാൻ വരെ വലിയ പ്രയാസമാണ് ചിലയിടങ്ങൾ. സീസൺ സമയത്തെല്ലാം ടൂറിസ്റ്റ് വണ്ടികളുടെ വളരെ വലിയ ക്യൂ ആയിരിക്കും ഇവിടെയെല്ലാം. നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന പോലെ ട്രാഫിക്കിൽ വണ്ടി കുത്തിക്കയറ്റി കൊണ്ടുപോകലൊന്നും ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇടുങ്ങിയതാണ് ഇവിടുത്തെ പാതകളെല്ലാം തന്നെ. ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലെ ചെറുപട്ടണങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. 2.5 മണിക്കൂറിൽ കൂടുതൽ സഞ്ചരിക്കേണ്ട യാത്ര ആയതിനാൽ ഇടയ്ക്ക് ഒരിടത്ത് നിർത്തി വിശപ്പടക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കാമെന്ന് ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു. അധികം വൈകാതെ തന്നെ ഞങ്ങളൊരു ടീ ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി. കണ്ടിട്ട് ഒരു VIP ഗെറ്റപ്പ് ഒക്കെയുണ്ട്. എന്തായാലും ഒന്ന് നോക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി. ചായയും കുടിച്ച് പുറത്തു വന്ന് നിൽക്കുമ്പോഴാണ് അവൻ്റെ വരവ്. ഡാർജിലിംഗിൽ നിന്നും ന്യൂ ജൽപായ്ഗുരിയിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആയതിനാലും സീസൺ സമയമല്ലാത്തതിനാലും യാത്രക്കാർ വളരെ കുറവാണ്.
ഗൂമിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഏറിപ്പോയാൽ ഒരു 10 കിലോമീറ്റർ. ബൈക്ക് സുഹൃത്തിനെ ഓടിക്കാൻ ഏൽപ്പിച്ച് ഞാൻ വഴിയോര ഭംഗികളും ആസ്വദിച്ചുകൊണ്ട് ക്യാമറയും പിടിച്ച് പുറകിലിരുത്തും ഉറപ്പിച്ചു. ഇതാണ് നമ്മുടെ ഗൂം എന്ന് പറഞ്ഞ സ്റ്റേഷൻ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7407 അടി ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 1891 ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് മികവിൽ പണിതീർത്ത ഈ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ. ഡാർജിലിംഗ് സ്റ്റേഷനിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ഒരു ടോയ് ട്രെയിൻ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻജിൻ വേർപെടുത്തി മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പണികളാണ് നടക്കുന്നത്. കൂടാതെ കുറച്ച് ജോലിക്കാർ ചേർന്ന് കത്തിത്തീർന്ന കൽക്കരി നീക്കം ചെയ്യുന്നുമുണ്ട്. ബ്രിട്ടീഷുകാർ ഭാരതത്തിന് കൊടുത്തിട്ട് പോയ അനേകം ചില സംഭാവനകളിലൊന്നാണ് സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഈ ടോയ് ട്രെയിൻ സർവീസ്. സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് ബേണിംഗ് ചാമ്പറിലേക്ക് കൽക്കരി ഇട്ടുകൊടുക്കും. രണ്ട് ലോക്കോ പൈലറ്റുമാർ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്നുകൊണ്ടാണ് തീവണ്ടി ചലിപ്പിക്കുന്നത്. തീവണ്ടി പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങി. ഗൂമിൽ നിന്നും ഡാർജിലിംഗ് സ്റ്റേഷൻ വരെയുള്ള 6 കിലോമീറ്റർ ദൂരം 40 മിനിറ്റ് കൊണ്ടാണ് ഒരു ഹിമാലയൻ ടോയ് ട്രെയിൻ കവർ ചെയ്യുന്നത്. സിറ്റിയിൽ കൂടെ മാത്രം കടന്നു പോകുന്നതിനാൽ വലിയ പ്രകൃതി ഭംഗിയോ പച്ചപ്പോ ഒന്നും ആസ്വദിക്കാൻ ഈ പാതയിലൂടെ സാധിക്കില്ല. ഞങ്ങളും അതിനോടൊപ്പം അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഗൂമിൽ നിന്നും ഡാർജിലിംഗ് സ്റ്റേഷൻ വരെയുള്ള ഹിമാലയൻ ടോയ് ട്രെയിൻ മാർഗത്തിൻ്റെ കയറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച വൃത്താകാരത്തിലുള്ള റെയിൽപാതയാണ് ബട്ടാസിയ ലൂപ്പ്. ആദ്യം ഒരു തുരങ്കത്തിലൂടെയും പിന്നെ ഒരു കുന്നിൻ മുകളിലൂടെയും ചുറ്റുന്ന രീതിയിലാണ് ഇവിടെ ട്രാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1919 ബട്ടാസിയ ലൂപ്പ് കമ്മീഷൻ ചെയ്തത്. ഗോർഖ റെജിമെന്റ് ഇന്ത്യൻ സൈന്യത്തിലെ വളരെ ശക്തമായ ഒരു സേനയാണ്. ഡാർജിലിംഗിൽ നിന്നുള്ള നിരവധി ഗോർഖ സൈനികരാണ് രാജ്യത്തിന് സേവനം നൽകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് യുദ്ധങ്ങളിലും മറ്റു പോരാട്ടങ്ങളിലുമായി 75ഓളം സൈനികർ മരണപ്പെട്ടു. ആ ധീരജവാന്മാരോടുള്ള ബഹുമാനാർത്ഥം ലൂപ്പിൻ്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന സ്മാരകം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. 1995 ഏപ്രിൽ 18 വാർ മെമ്മോറിയൽ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 37 അടി നീളവും പരമാവധി 24 അടി വീതിയുമുള്ള ഓവൽ ആകൃതിയിലുള്ള ഒരു വലിയ ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. അതിനു മുകളിൽ 30 അടി ഉയരമുള്ള ഒരു ത്രികോണാകൃതിയിലുള്ള ഗ്രാനൈറ്റ് ശവകുടീരമുണ്ട്. ശവകുടീരത്തിന്റെ അടിയിൽ റോൾ ഓഫ് ഓണർ ബോർഡിലായി യുദ്ധത്തിൽ മരണമടഞ്ഞ ധീരജവാന്മാരുടെ പേരും തീയതിയും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശവകുടീരത്തിന് അടുത്തും അതേ പ്ലാറ്റ്ഫോമിലുമായി ഒരു ഗോർഖ പട്ടാളക്കാരൻ്റെ 9 അടി വെങ്കല പ്രതിമയുമുണ്ട്. ഇത് കൃഷ്ണനഗറിലെ പ്രശസ്ത ശില്പിയായ ഗൗതം പാൽ സൃഷ്ടിച്ചതാണ്. എല്ലാ ദിവസവും ബട്ടാസിയ ലൂപ്പ് കാഴ്ചക്കാർക്കായി തുറന്നു കൊടുക്കാറുണ്ട്. രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സന്ദർശന സമയം. 5 രൂപയാണ് പ്രവേശന നിരക്ക്. ബട്ടാസിയ ലൂപ്പിന്റെ ഒരു ഭാഗത്തായി നിരവധി വഴിയോര കച്ചവടക്കാർ അവരുടെ ഇടപാടുകാരുമായി വിലപേശലാണ്. ലോക്കൽ ഹാൻഡിക്രാഫ്റ്റുകൾ വിൽക്കുന്ന നിരവധി കച്ചവടക്കാർ ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നു.
നമ്മുടെ സായിപ്പ് ഉപയോഗിക്കുന്ന തൊപ്പി വരെയുണ്ട് വിൽപ്പനയ്ക്ക്. വിപണിയിൽ കൂടുതലും തണുപ്പ് കറ്റാനുള്ള വസ്ത്രങ്ങളാണ്. ഡാർജിലിംഗിൻ്റെ പരമ്പരാഗതമായ വസ്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കച്ചവടക്കാരെയും ഇവിടെ കാണാം. ടൂറിസ്റ്റുകൾക്ക് അവയിട്ടുകൊണ്ട് സെൽഫി എടുക്കാനാണിത്. മറുവശത്താകട്ടെ മഞ്ഞണിഞ്ഞ മനോഹരമായ പ്രകൃതി ഭംഗി പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടുന്ന ചില ടൂറിസ്റ്റുകളെയും കാണാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയായ മൗണ്ട് കാഞ്ചൻജംഗ അടുത്ത് കാണുന്നതിനായി ബട്ടാസിയ ലൂപ്പിൻ്റെ പല ഭാഗങ്ങളിലും ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ വലിയൊരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ കൂടിയാണിത്. മനോഹരമായ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാൻ ഇതിനും നല്ല ഒരു സ്ഥലം ഇല്ല എന്ന് വേണം പറയാൻ. ഗൂമിൽ നിന്നും ബട്ടാസിയ ലൂപ്പിൽ എത്തിച്ചേർന്ന തീവണ്ടി അവസാന സ്റ്റേഷനായ ഡാർജിലിംഗ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. മനോഹരമായ ഈ നാടിന് രൂക്ഷ പോരാട്ടങ്ങളുടെ ഒരു പഴയകാല ചരിത്രവുമുണ്ട്. ഈ നാടിൻ്റെ നിയന്ത്രണത്തിനായുള്ള പോയകാല പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഗൂർഖാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനത്തിൻ്റെ പേരിൽ ഇന്നും നടക്കുന്ന ആക്രമണങ്ങൾ. ടോയ് ട്രെയിൻ അതിൻ്റെ അവസാന ലക്ഷ്യസ്ഥാനമായ ഡാർജിലിംഗ് സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഇവിടെ 1 മണിക്കൂറോളം വിശ്രമിച്ച് കയറ്റം വലിഞ്ഞു കയറിയതിൻ്റെ ക്ഷീണമെല്ലാം തീർത്തതിന് ശേഷം അത് വീണ്ടും ഗൂമിലേക്ക് തിരിച്ചു പോകും. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6812 അടി ഉയരത്തിലാണ് ഡാർജിലിംഗ് സ്റ്റേഷൻ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കട്ടിഹാർ റെയിൽവേ ഡിവിഷന്റെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ സോണിലാണ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഡാർജിലിംഗിൽ നിന്ന് ഗൂമിലേക്കും കുർസോങ്ങിലേക്കും കൂടാതെ സിലിഗുരിയിലെ ന്യൂ ജൽപൈഗുരി വരെയും ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട്. 60 സെൻറ്റിമീറ്റർ വീതിയുള്ള നാരോ ഗേജ് ട്രാക്കാണ് ടോയ് ട്രെയിനിൻ്റേത്. ന്യൂ ജൽപായ്ഗുരിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അപ്ഹിൽ പ്രദേശങ്ങളായ ടിൻഡ്ഹരിയ, കുർസോങ്, സൊനാഡ, ഗൂം എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഡാർജിലിംഗിൽ എത്തിച്ചേർന്നു. നോർമൽ സർവീസ്, ജോയ് റൈഡ് സർവീസ്, റെഡ് പാണ്ട സർവീസ് എന്നിങ്ങനെ 3 സർവീസുകളാണ് ഡാർജിലിംഗ് റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. സ്റ്റീം എഞ്ചിൻ മാത്രമല്ല ഡീസൽ എഞ്ചിൻ കൊണ്ടും പ്രവർത്തിക്കുന്ന ടോയ് ട്രെയിനുകളും ഡാർജിലിംഗ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ തന്നെയും ഹിമാലയൻ ഹെറിറ്റേജ് ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആദ്യം ഓടി വരിക ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വഴിയെല്ലാം പുകതുപ്പിക്കൊണ്ട് നീങ്ങുന്ന കൽക്കരി വണ്ടി തന്നെയാണ്. 134 വർഷങ്ങളായി കൽക്കരി വണ്ടി ഈ വഴിയിൽ പുകതുപ്പിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഹിമാലയൻ ടോയ് ട്രെയിൻ സർവീസിലേക്കുള്ള ബുക്കിംഗ് നടത്താവുന്നതാണ്. ഡാർജിലിംഗിൽ നിന്നും ന്യൂ ജൽപൈഗുരി വരെ ഫസ്റ്റ് ക്ലാസ്സിന് ഏകദേശം 1400 രൂപയാണ് ഈടാക്കുന്നത്. ജോയ് റൈഡ് സർവീസിൽ ഡാർജിലിംഗ് മുതൽ ഗൂം വരെ സ്റ്റീം ജോയ് റൈഡ് സർവീസിന് ഏകദേശം 1100 ഡീസൽ സർവീസിന് 700 രൂപയുമാണ് പുതുക്കിയ നിരക്കുകൾ. കൂടാതെ ടൂറിസ്റ്റുകൾക്കായുള്ള ജംഗിൾ സഫാരിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4:30 വരെ 1.5 മണിക്കൂർ വീതം ഇടവിട്ട് ജോയ് റൈഡ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നു. ഡാർജിലിംഗ് മുതൽ കുർസോങ് വരെയുള്ളതാണ് റെഡ് പാണ്ട സർവീസ്. ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ മാത്രമേ ഈ സർവീസ് ഉള്ളൂ. 895 രൂപയോളമാണ് ഡാർജിലിംഗിൽ നിന്നും കുർസോങ് വരേക്ക്. നേരം ഇരുട്ടി തുടങ്ങി. സിറ്റിയിൽ നിന്നും കുറച്ചു മാറി ബിജോൺപാരി എന്നൊരു ചെറിയ ഗ്രാമപ്രദേശത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം സ്ഥിതി ചെയ്യുന്നത്.
ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറോളം സഞ്ചരിച്ചാലേ അവിടെ എത്തിച്ചേരാൻ പറ്റൂ. ഡാർജിലിംഗ് സ്റ്റേഷനോട് തൽക്കാലം വിട പറഞ്ഞ് ഹോട്ടൽ റൂം ലക്ഷ്യമാക്കി ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങി. എൻ്റെ റോൾ ഇപ്പോൾ സുഹൃത്ത് പുറകിലിരുന്നു കൊണ്ട് ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. സിറ്റി ഏരിയ അല്ലാത്തതിനാൽ തന്നെ റൂം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഡാർജിലിംഗ് ടൗണിൽ നിന്നും മാറി സ്ഥിതി ചെയ്യുന്നതിനാൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിന് വലിയ നിലവാരമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹോട്ടലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതോടെ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം അസ്ഥാനത്താണെന്ന് ബോധ്യമായി. മിനിമം ഒരു 3 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ നല്ലൊരു അടിപൊളി റൂം തന്നെയാണ് ഞങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് ലഭിച്ചത്. റിസപ്ഷനിൽ നിന്നും റൂം കീയും വാങ്ങി രാത്രിയിലേക്കുള്ള ഫുഡും ഓർഡർ ചെയ്തുകൊണ്ട് ഞാൻ മുറിയിലേക്ക് നടന്നു. വലിയ റൂം തന്നെ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ലഗേജ് എല്ലാം ഒരു സൈഡിലായി ഒതുക്കി ഞങ്ങൾ ഭക്ഷണം വരാനായി കാത്തിരുന്നു.